എല്ലാ ചാപ്റ്റേഴ്സിലെയും മെയിൻ കൺസെപ്റ്റ്സാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസിൽ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു നമ്പറിൽ നിന്ന് തുടങ്ങി സെയിം നമ്പർ ആഡ് ചെയ്ത് കിട്ടുന്ന സീക്വൻസിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുക. അവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന ആ സെയിം നമ്പർ, അതിനെ നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നു. ആൻഡ് കോമൺ ഡിഫറൻസ് ടേമും പൊസിഷനും തമ്മിലുള്ള ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് കണ്ടെത്താനുള്ള ഫോർമുല എന്ന് പറയുന്നത് ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഓക്കെ, ഈ ഒരു ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? കോമൺ ഡിഫറൻസ് കിട്ടുന്നു. ഒരു സീക്വൻസിൻ്റെ, അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കിട്ടാൻ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് ഡിഫറൻസ് ഓഫ് ടേംസ് ഡിവൈഡ് ബൈ ഡിഫറൻസ് ഓഫ് പൊസിഷൻ. ഓക്കെ, ഇനി ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രിക് ഫോം എന്ന് പറയുന്നത് an ഈക്വൽ ടു an പ്ലസ് ബി, അല്ലെങ്കിൽ xn ഇസ് ഈക്വൽ ടു an പ്ലസ് ബി. ഇതാണ് അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഒരു ആൾജിബ്രിക് ഫോം. ഇതിൽ എ ആണ്, അതായത് എന്നിനോട് കൂടെ നിൽക്കുന്ന ആ നമ്പറാണ് ആക്ച്വലി ആ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി എയും ബിയും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഈ ആൾജിബ്രയിൽ പഠിക്കാനുള്ളത്. ഇനി ആൾജിബ്ര കണ്ടെത്താനുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത്, അത് എഴുതാനുള്ളൊരു ഫോർമുല an ഇസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. ഓക്കെ, ഡി എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ്, എഫ് എന്ന് പറയുന്ന ഫസ്റ്റ് ടേം, ആൻഡ് എൻ നമ്പർ ഓഫ് ടേംസ്. ഓക്കെ, ഇനി സം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടെത്താനുള്ള ഫോർമുല, അവിടെ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് ഓഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സം ഇസ് ഈക്വൽ ടു, അതായത് ഒരു 7 ടേമുള്ള സീക്വൻസ് ആണ്, 17 ടേമുള്ള സീക്വൻസ് ആണെങ്കിൽ അവിടെ നമുക്ക് സമ്മ് കണ്ടെത്താൻ വേണ്ടി വളരെ ഈസിയാണ്. അവിടെ മിഡിൽ ടേം, അതിൻ്റെ മിഡിൽ ടേം ഏതാണ് എന്ന് നോക്കിയിട്ട് അത് മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ്, ഇത്ര മാത്രം ചെയ്താൽ നമുക്ക് സം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടും. ഇഫ് n ഇസ് ഓഡ്, n ഓഡ് ആണെങ്കിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അരിത്തമെറ്റിക് സീക്വൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വയ്ക്കുക. പിന്നെ അവിടെ ഒരു ടേം കണക്ഷൻ വരുന്നുണ്ട്, അതായത് ഇപ്പോൾ ഒരു x3 പ്ലസ് x7. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ സഫിക്സ് തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന 10 ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ 10 രണ്ടും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന ഏത് ടേംസ് എടുത്താലും അതെല്ലാം ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് x1 പ്ലസ് x9. ഓക്കെ, അപ്പോൾ ഇവിടെ 1ഉം 9ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 കിട്ടും. സോ ഈ സമ്മ്, ഇത് രണ്ടും കൂടി x3 പ്ലസ് x7 എത്രയാണോ അത് തന്നെ ആയിരിക്കും x1 പ്ലസ് x9. ഓക്കെ, അതുപോലെ x4 പ്ലസ് x6ഉം അതിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ആ ഒരു ടേം കണക്ഷൻ പഠിച്ചു വയ്ക്കാം. പിന്നെ ഇതിൽ നമുക്ക് നോക്കേണ്ടത് ഒരു സീക്വൻസ് തന്നിട്ട് ഒരു നമ്പറും തരും, അതായത് 1 2 3 4 5 6 ഒരു 2 4 6 8 അങ്ങനെ പറഞ്ഞ ഒരു സീക്വൻസ് തന്നിട്ട് ഏതെങ്കിലും ഒരു വലിയ നമ്പർ, ഒരു 1001 അങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് അതിൻ്റെ കോമൺ ഡിഫറൻസ് എടുക്കുക, ആ ടേം വെച്ച് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് ഈ സീക്വൻസിൽ ടേമിനെ കോമൺ ഡിഫറൻസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറിന് ഈക്വൽ ആണോ നോക്കിയാൽ മതി. ഓക്കെ, ആ ഒരു കാര്യം നോക്കാം. ഓക്കെ, പിന്നെ ഇതൊക്കെയാണ് അരിത്തമെറ്റിക് സീക്വൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ള ഫോർമുലാസ് എന്ന് പറയുന്നത്. ഇനി സർക്കിൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ വളരെ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് സർക്കിൾ. അതായത് ഒരു സർക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എത്രയാണോ, ഇതിപ്പോൾ x ഡിഗ്രി ആണെങ്കിൽ ഇവിടെ സർക്കിളിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഈ എക്സിൻ്റെ പകുതി ആയിരിക്കും. ഓക്കെ, ഇതിപ്പോൾ 120 ആണെങ്കിൽ ഇത് 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ഇനി പിന്നെ ഇതേപോലെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്താണ്? ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 4 വേർട്ടിസസും ഉള്ളത് സർക്കിളിലാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നോക്കി വയ്ക്കുക. പിന്നെ ഒരു സർക്കിൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിൽ ഒരു കോഡും വരച്ചു. ഇനി ഇവിടെ സർക്കിളിൽ ഏത് ഭാഗത്ത് ആംഗിൾ ഫോം ചെയ്ത് കഴിഞ്ഞാലും, ഇവിടെ ഞാൻ എവിടെയൊക്കെ ആംഗിൾ വരച്ച് കഴിഞ്ഞാലും, ഇതിപ്പോൾ ഒരു 40 ഡിഗ്രി ആണെങ്കിൽ ഇതും എത്ര തന്നെയായിരിക്കും? 40 തന്നെ ആയിരിക്കും. ആൻഡ് ദിസ് ഇസ് ഓൾസോ 40 ഡിഗ്രി. ഓക്കെ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ അടുത്ത മറ്റൊരു കാര്യം പറയാനുള്ളത്, ഒരു സർക്കിളിൽ ഒരു ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യുകയാണ്.
ഈ പോയിൻറ്റ് 3 വേർട്ടിസസും എങ്ങനെയാണ് സർക്കിളിലാണുള്ളത്. ഇത് അകത്താണെങ്കിൽ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, സർക്കിളിലാണെങ്കിൽ 90 ഡിഗ്രി, ആൻഡ് ഇതിന് പുറത്താണെങ്കിൽ ലെസ് ദാൻ 90 ഡിഗ്രി. ആ ഒരു കൺസെപ്റ്റും ഇതിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാമാണ്. ഓക്കെ, ഇനി അടുത്തത് ഓൾജിബ്ര, അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. അപ്പോൾ അതിൽ 8 മാർക്കിന് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് നോക്കേണ്ടത് എന്താ, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കണ്ടെത്താനുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്തായിരുന്നു, n/n+1 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇതിൽ നിന്ന് ഇത് നാച്ചുറൽ നമ്പേഴ്സ്, അതായത് 1 + 2 + 3 + 4 അങ്ങനെയൊക്കെ തരികയാണെങ്കിൽ n/n+1 ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. ഇനി നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് ഓഡ് ആണെങ്കിൽ n² ചെയ്യുക, നമ്പർ ഓഫ് ടേംസിൻ്റെ സ്ക്വയർ എടുക്കുക. ഈവൺ ആണെങ്കിൽ എന്ത് ചെയ്യുക, n/n+1 ചെയ്യുക. പിന്നെ നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമ്മ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം ചെയ്താൽ മതിയാവും. ഓക്കെ, ആ കാര്യങ്ങളെല്ലാം നോക്കി വയ്ക്കുക. ഇനി ഇവിടെ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനുള്ള ആ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതുണ്ട്. അതായത് n = xn - x1 ഡിവൈഡഡ് ബൈ d+1. ഓക്കെ, ഇതാണ് നമ്പർ ഓഫ് ടേംസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതൊരിക്കലും വിട്ടുപോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണോ nth ടേം ഏതാണോ അത് മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ്. ആ ചെയ്ത് കിട്ടുന്ന നമ്പർ എന്താണോ അതിനോട് കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്പർ ഓഫ് ടേംസ് ഓഫ് ദി സീക്വൻസ് കിട്ടും. ഇനി ഏതൊരു സീക്വൻസ് തന്നു കഴിഞ്ഞാലും അതിൽ SN കണ്ടുപിടിക്കാൻ, അതായത് സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് n/2 ഇൻറ്റു x1 + xn. ഓക്കെ, ഇതാണ് x1 + xn, ഇതാണ് സം ഓഫ് ദി സീക്വൻസ് കണ്ടെത്താനുള്ള ഫോർമുല. അതുപോലെ n/2 ഇൻറ്റു 2f + n-1 ഇൻറ്റു d, ഇത് മറ്റൊരു ഫോർമുലയാണ്. ഇനി ഇതും കൂടാതെ വേറൊരു ഫോർമുല എന്ന് പറയുന്നത് d/2 ഇൻറ്റു n² പ്ലസ് f - d/2 ഇൻറ്റു n, ഇതൊരു ഫോർമുലയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഓൾജിബ്രിക് ഫോം എന്ന് പറയുന്നത് pn² പ്ലസ് qn ആണ് എന്നുണ്ടെങ്കിൽ ഈ പിയും ക്യൂവും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു, ഫസ്റ്റ് ടേം കിട്ടും, x1 കിട്ടും. ഇനി ഈ പിയുടെ, അതായത് n² കോഎഫിഷ്യൻ്റ് ആയുള്ള പിയുടെ പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു, d കിട്ടും, കോമൺ ഡിഫറൻസ് കിട്ടും. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം നോക്കി വയ്ക്കുക. ഇത്രയാണ് അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്രയിൽ പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് എന്ന് പറയുന്നത്.